നമസ്കാരം. ദൃശ്യതാൻ ഐ ഹെൽത്ത് സിംപ്ലിഫൈഡ് ചാനലിലേക്ക് സ്വാഗതം. ഫയർ ക്രാക്കേഴ്സ് മൂലമുണ്ടാകുന്ന ഐ ഇഞ്ചുറീസിനെ പറ്റിയുള്ള പുതിയൊരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. പലതരത്തിലുള്ള പടക്കങ്ങൾ നമ്മുടെ വിപണിയിൽ ഇന്ന് ലഭ്യമാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതും എന്നാൽ ഐ ഇഞ്ചുറീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അപകടകാരിയുമായിട്ടുള്ള ഒരു പടക്കത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. റോക്കറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ പടക്കങ്ങൾ പൊതുവായി നമ്മളൊരു ടിന്നിൽ വെച്ച് അതിൽ റോക്കറ്റിനെ തിരികൊളുത്തി അതിൻ്റെ ട്രജക്ടറി മുകളിലേക്ക് പോവുകയും മുകളിലെത്തി പൊട്ടിത്തെറിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്? പലപ്പോഴും ആ ഫയർ ക്രാക്കർ ഉപയോഗിക്കുന്ന ആളല്ല, അത് കണ്ടു നിൽക്കുന്ന ആളുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഇത് കൊണ്ടെത്തിക്കുന്നത്. ഒരു പക്ഷേ നമ്മളവിടെ വെച്ചിരിക്കുന്ന ആ ടിന്ന് ഒന്ന് കുറച്ച് ചരിഞ്ഞായിരുന്നാലോ, അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ ആ റോക്കറ്റിൻ്റെ ദിശ ഒന്ന് മാറിയാലോ ആ ട്രജക്ടറി പോയി വീഴുന്നത് അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ദേഹത്തേക്കാവാം, കണ്ണിലേക്കാകാം. അത് എത്രമാത്രം ദൂരത്തിൽ നിന്ന് പതിക്കുന്നു എന്നനുസരിച്ചിരിക്കും ആ കണ്ണുകൾക്ക് ഏൽക്കുന്ന ക്ഷതവും. ഇതിൻ്റെ മെക്കാനിസത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ദൂരത്തു നിന്നും ഒരു മിസൈൽ എന്ന വണ്ണം ഈ റോക്കറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് പതിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം മൂലം കണ്ണുകളിൽ പലതരത്തിലുള്ള പരിക്കുകൾ സംഭവിക്കാം. ഞങ്ങൾ അതിനെ പലതായി വിഭജിച്ച് പറയാറുണ്ട്. ഒന്ന്, ബ്ലണ്ട് ട്രോമ. വളരെ ദൂരത്തിൽ നിന്നും പതിക്കുന്ന കണ്ണുകളിലേക്ക് പതിക്കുന്ന ഈ സാധനങ്ങൾ നമ്മുടെ കണ്ണുകളിൽ ഒന്ന് കൃഷ്ണമണി, കറുത്ത ഭാഗം കൃഷ്ണമണി, അല്ലെങ്കിൽ ആ വെളുത്ത ഭാഗം സ്ക്ലീറ. ഇവിടെ 2 സ്ഥലങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കാം. ഈ മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണെങ്കിൽ അതിന് സ്യൂച്ചറിങ് ആവശ്യമായി വന്നേക്കാം. ഇതൊക്കെ ഭാവിയിൽ കാഴ്ചയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള മുറിവുകൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കൂടെ ആ ആഘാതത്തിൽ കണ്ണിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാവാം. ആ രക്തസ്രാവം കണ്ണിൻ്റെ മുൻപിൽ, അതായത് ആൻറ്റീരിയർ ചേംബറിലാവാം, അല്ല എന്നുണ്ടെങ്കിൽ വിട്രിയസിലാവാം. ഈ രക്തസ്രാവം ശരിയാകുവാൻ തന്നെ ഒത്തിരി നാളുകൾ എടുക്കുക എന്നത് മാത്രമല്ല, അതും കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട്. തൽഫലമായി കണ്ണിനുള്ളിൽ പ്രഷർ വളരെ അധികമാവുകയും അതുകൊണ്ട് ഗ്ലോക്കോമ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇങ്ങനെയുള്ള ബ്ലണ്ട് ട്രോമ വന്ന കണ്ണുകൾ ജീവിതത്തിലുടനീളം മറ്റ് പല പ്രശ്നങ്ങൾ ആളുകൾക്കുണ്ടാക്കാറുണ്ട്. ഗ്ലോക്കോമ മൂലമുള്ള പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ ഞരമ്പ് വിട്ടുപോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെ ഞങ്ങൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്നാണ് പറയാറ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ പെട്ടെന്ന് തിമിരം വരുവാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ ഒരു കൊച്ചു റോക്കറ്റ് കത്തിച്ചു വിട്ടത് മൂലം നിങ്ങൾക്കല്ല, നിങ്ങൾ കത്തിച്ചു വിട്ടത് മറ്റൊരാളുടെ ദേഹത്താണ്, കണ്ണുകളിലാണ് പോയി പതിച്ചതെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അത് അവർക്കൊരു സങ്കടമായി മാറിയേക്കാം. ഈ റോക്കറ്റുകൾ ആഘോഷത്തിൻ്റെ ഭാഗമാക്കണോ? ആ റോക്കറ്റുകൾ കണ്ടു നിൽക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം.